ബ്രാഞ്ച് മുതലുള്ള കീഴ്ഘടകങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചർച്ച ചെയ്യാൻ അടുത്ത മാസം 7-8 തീയതികളിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ചേരും. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ യോഗത്തിൽ വിലയിരുത്തും. തുറന്ന ചർച്ച നടത്താനുള്ള അവസരമുണ്ടെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി തിരുത്തൽ നടപടികളിലേക്ക് കടക്കില്ല. ഏറ്റവും അധികം വിമർശനം കേട്ട പിണറായി വിജയനും എം.വി. ഗോവിന്ദനും അവരവരുടെ പദവികളിൽ തുടരുമെന്ന നേതൃത്വം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രസാദേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി വിമർശനം ഉന്നയിച്ചത്? തിരുത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തുറന്ന് സംസാരിച്ചത്? ഇതിപ്പോൾ വെള്ളത്തിൽ വരച്ചൊരു വര പോലെയായി മാറിയോ? അല്ലെങ്കിൽ നേതൃത്വം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ അമർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഇപ്പോഴും സഖാക്കളുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കേട്ട കടുത്ത വിമർശനങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഏത് തരത്തിലായിരിക്കും ഇവർ പരിഗണിക്കുക? ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. CPIM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് ഇത്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇഴകീറി പരിശോധിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. ഇത്തവണയാണെങ്കിൽ കനത്ത പരാജയമാണ് ഉണ്ടായത്. അതായത് വേറെ ഏതെങ്കിലും ഒരു തോൽവി മാത്രമല്ല, പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെ ഉള്ള സ്ഥലങ്ങളിലുണ്ടായ തോൽവി അത് സംഘടനാ രംഗത്ത് തന്നെയുള്ള വലിയ പാളിച്ചകളാണ് സംഭവിച്ചത് എന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട, പകരം കീഴ്ഘടകങ്ങളെ കൂടി കേട്ടുകൊണ്ടുള്ള ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. മാത്രവുമല്ല, തുറന്ന് സംസാരിക്കാനുള്ള അവസരം പാർട്ടി നേതാക്കൾക്കുണ്ടാകും, കമ്മിറ്റികളിലുള്ളവർക്കുണ്ടാകും എന്ന് CPIM-ന് ഇത് തുറന്നു പറയേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം അടുത്ത കാലത്തായി പാർട്ടിയിൽ വിമർശനം നന്നേ കുറയുന്നു എന്നൊരു അഭിപ്രായം വളരെ ശക്തവുമാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് തോറ്റതോടുകൂടി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനുമാണ് എന്ന നിലയിലാണ് ബഹുഭൂരിപക്ഷം ചർച്ചകളും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ വന്ന ചർച്ചകളെല്ലാം സ്വാഭാവികമായി ഇനി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റാനോ അതല്ലെങ്കിൽ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് M.V. ഗോവിന്ദനെ മാറ്റാനോ ഒന്നും CPIM തയ്യാറാകില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഘടനാ രീതി CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ പിണറായി വിജയനും M.V. ഗോവിന്ദനും ഉണ്ടായിട്ടുള്ള പിശകുകൾ അത് തിരുത്താൻ വേണ്ടി സ്വാഭാവികമായും അവർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഇപ്പോൾ തന്നെ M.V. ഗോവിന്ദൻ്റെ ശരീരഭാഷയിൽ വ്യക്തമാണ്. നേരത്തെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചൂടായിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ പകുതിയിൽ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന M.V. ഗോവിന്ദനെയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നവരെ നമ്മൾ കണ്ടിരുന്നതെങ്കിൽ അതിനുശേഷം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ M.V. ഗോവിന്ദൻ തുറന്നു പറഞ്ഞതായിട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ചുരുക്കത്തിൽ അവരുടെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന വീഴ്ചകൾ അത് പരിശോധിക്കാൻ എന്തായാലും അവർ രണ്ടുപേരും ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു തരത്തിലുള്ള തെറ്റുതിരുത്തൽ ഉണ്ടാവില്ല. അതായത് CPIM സംസ്ഥാന സെക്രട്ടറിയെ മാറ്റുക, അതല്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റുക എന്ന രീതിയിലുള്ളൊരു ചർച്ചയിലേക്ക് അത് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലും നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായതുപോലെയുള്ള വിമർശനം അത് പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ വാർത്തയായി മാറാനുള്ള സാധ്യതയുണ്ട്. സമീപകാലത്തുള്ള വലിയ സംഭവമായി മാറും. ഉറപ്പായും ഇപ്പോൾ CPIM-ൽ നടക്കുന്നത് ഒരു ശുദ്ധികലശം പോലെയുള്ള ചർച്ചയാണ്, തുറന്നുള്ള ചർച്ചയാണ്. അത് പിണറായി വിജയനെന്നോ M.V. ഗോവിന്ദനെന്നോ വ്യത്യാസമില്ലാതെ തുറന്നടിക്കുകയാണ് പാർട്ടി കീഴ്ഘടകങ്ങളിലെ സഖാക്കൾ. ശ്രീഹാസ്, ശ്രുതി.